ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. നിലവിൽ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പ് 3 ബാറ്റേഴ്സ് ഒരിക്കൽ കൂടി തിളങ്ങിയ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വിജയം. 38 റൺസുകൾക്ക് സൺറൈസേഴ്സിനെ പരാജയപ്പെടുത്തിയ ഗുജറാത്ത് ടൈറ്റൻസ് ഈ വിജയത്തോടെ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തുമെത്തി. ഇനി മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇന്നലെ മത്സരം നടന്ന ബ്ലാക്ക് സോയിൽ പിച്ച് കമ്മിൻസിനെ സംബന്ധിച്ച് നല്ല ഓർമ്മകളുള്ളതായിരുന്നു. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയെ ഓസ്ട്രേലിയ തോൽപ്പിച്ചത് ഇതേ പിച്ചിലാണ്. എന്നാൽ ഇന്നലത്തെ മത്സരം പാറ്റ് കമ്മിൻസിനും SRHനും അത്ര മധുരമുള്ളതായിരുന്നില്ല. നമ്മൾ GTയുടെ ബാറ്റിംഗിലേക്ക് വന്നാൽ അവരെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെ സമ്മർദ്ദത്തിലാക്കണമെങ്കിൽ പവർ പ്ലേയിൽ തന്നെ അവരുടെ ടോപ്പ് 3 വിക്കറ്റ് എടുക്കണം. പറയുമ്പോൾ ആ കാര്യം പെട്ടെന്ന് കഴിഞ്ഞു, വെറും 3 വിക്കറ്റുകൾ എടുത്താൽ മതി. എന്നാൽ ഈ സീസണിൽ ഒരിക്കൽ പോലും അത് സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതായത് ഇതുവരെ നടന്ന എല്ലാ മത്സരങ്ങളിലും അവരുടെ ടോപ്പ് 3 സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ ഇവരിൽ ഒരാൾ 50 അടിച്ചിട്ടുണ്ട്. ഇന്നലെയും അത് തന്നെ തുടർന്നു. ഇവരുടെ ടോപ്പ് 3 എക്സലന്റ് ഫോമിലാണ് ഇന്നലെയും കളിച്ചത്. ഇന്നലെ നമ്മൾ ഈ മത്സരത്തിന്റെ പ്രിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് സ്കോർ ചെയ്യുന്ന ആകെ റൺസിന്റെ ഒരു 75 to 80% ഈ ടോപ്പ് 3 ആണ് സ്കോർ ചെയ്യുന്നതെന്ന് ആ ഒരു സ്റ്റാറ്റ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നലത്തെ മത്സരം നോക്കിയാൽ അവർ 224 എന്നൊരു കൂറ്റൻ സ്കോറാണ് പോസ്റ്റ് ചെയ്തത്. അതിൽ 84% എടുത്തത് അവരുടെ ഈ ടോപ്പ് 3 ആണ്. പവർ പ്ലേയിലേക്ക് വന്നാൽ GTയുടെ ഈ സീസണിലെ ഏറ്റവും മികച്ച പവർ പ്ലേ ആണ് ഇന്നലെ നമ്മൾ കണ്ടത്. അവർ 82 റൺസാണ് ഇന്നലെ സൺറൈസേഴ്സിനെതിരെ സ്കോർ ചെയ്തത്. അതിൽ തന്നെ സായ് സുദർശൻ ആയിരുന്നു കൂടുതൽ അഗ്രസർ. 23 പന്തിൽ 9 4 അടക്കം 48 റൺസാണ് സായ് സുദർശൻ എടുത്തത്. പവർ പ്ലേ കഴിഞ്ഞ് തൊട്ടടുത്ത ഓവറിൽ തന്നെ സീഷൻ അൻസാരിയുടെ പന്തിൽ സായ് സുദർശൻ പുറത്തായി. അതിനുശേഷം ജോസ് ബട്ട്ലർ വന്നു. പിന്നീട് ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും കൂടി സ്കോറിംഗ് മുന്നോട്ട് കൊണ്ടുപോയി. ആ ഒരു പാർട്ട്ണർഷിപ്പിൽ പറഞ്ഞത് 62 റൺസാണ്. ഈ ഒരു പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ കൂടുതലായിട്ട് അഗ്രസീവായിട്ട് കളിച്ചത് ശുഭ്മാൻ ഗിൽ ആയിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും നിറഞ്ഞു കളിച്ച ആ ഒരു മിഡിൽ ഫേസിൽ ഇവർ സ്കോർ ചെയ്ത് 80 റൺസാണ്. അപ്പോൾ റൺ റേറ്റ് എന്ന് പറയുന്നത് 8.88 ആണ്. അതിനിടയിൽ ശുഭ്മാൻ ഗിൽ നിർഭാഗ്യകരമായിട്ട് റൺഔട്ടായി. 38 പന്തിൽ 10 4 2 6 അടക്കം 76 റൺസാണ് ഗിൽ എടുത്തത്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ കളിയും ഗിൽ ഒരു സെഞ്ചുറി അറിയിച്ചിരുന്നു. അത്ര മികച്ച രീതിയിലാണ് നമ്മുടെ ശുഭ്മാൻ ഗിൽ ബാറ്റ് ചെയ്തത്. അപ്പോൾ ശുഭ്മാൻ ഗിൽ പുറത്തായതിനു ശേഷം വാഷിംഗ്ടൺ സുന്ദർ വന്നു. പിന്നീട് ബട്ട്ലറും കത്തിക്കേറി. 37 പന്തുകളിൽ നിന്ന് 3 4 4 6 അടക്കം 64 റൺസാണ് ബട്ട്ലർ എടുത്തത്. ഡെത്ത് ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഒന്നുകൂടി ആക്സിലറേറ്റ് ചെയ്തു. ഡെത്ത് ഓവേഴ്സിൽ അവർ എടുത്തത് 62 റൺസാണ്. 4 വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും ഒരു 12.4 റൺ റേറ്റിൽ സ്കോർ ചെയ്യാൻ അവർക്കായി. അങ്ങനെ വന്നപ്പോഴേക്കും 224 എന്നൊരു കൂറ്റൻ സ്കോറാണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് പോസ്റ്റ് ചെയ്തത്. പിച്ച് നല്ല ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പോൾ ബ്ലാക്ക് സോയിൽ പിച്ച് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ബോളേഴ്സിന് ഹെൽപ്പ് തരുന്ന പിച്ചാണെങ്കിൽ പോലും ഇന്നലെ സ്ട്രോക്ക് മേക്കിങ്ങിന് നല്ല ഈസി ആയിട്ടുള്ളൊരു പിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു പിച്ചിൽ ആ ഒരു സ്കോർ ചേസ് ചെയ്യാനുള്ള ബാറ്റിംഗ് കരുത്ത് സൺറൈസേഴ്സിന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹൈദരാബാദിലെ ആ ഒരു ഫ്ലാറ്റ് ഡെക്കിൽ 245 എന്ന പഞ്ചാബ് കിങ്സ് ഉയർത്തിയ വിജയലക്ഷ്യം സൺറൈസേഴ്സ് അനായാസം മറികടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നല്ലൊരു സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ ഒരു സ്കോർ ചേസ് ചെയ്യാനുള്ള പ്രാപ്തിയുള്ള ടീമായിരുന്നു സൺറൈസേഴ്സ്. എന്നാൽ എക്സലന്റ് ആയിട്ടാണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് ബോൾ ചെയ്തത്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിലെ ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന് പവർ പ്ലേ, അതായത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു എക്സലന്റ് എന്നല്ല, ഒരു എക്സെപ്ഷണൽ പവർ പ്ലേ ആയിരുന്നു. അപ്പോൾ സൺറൈസേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സൺറൈസേഴ്സിന് പവർ പ്ലേയിൽ സ്കോർ ചെയ്യാൻ കഴിയുന്ന 57 റൺസാണ്. അഭിഷേക് ശർമ്മയ്ക്ക് നല്ലൊരു സ്റ്റാർട്ട് കിട്ടി. എന്നാൽ ഹെഡിന് നല്ലൊരു മത്സരമായിരുന്നില്ല. 16 പന്തിൽ 20 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പവർ പ്ലേയിൽ ഇൻ ടോട്ടൽ അവരെടുത്തത് 57 റൺസാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു 25 റൺസിന്റെ വ്യത്യാസം വന്നു. അപ്പോൾ ഈ ഒരു ഫേസിൽ മികച്ചൊരു മുൻതൂക്കം നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിന് കിട്ടി. അപ്പോൾ ഈ പവർ പ്ലേ പോലെ തന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ പ്രസീദ് കൃഷ്ണയുടെ സ്പെല്ലാണ്. പ്രസീദ് തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച്. എക്സലന്റ് സ്പെല്ലായിരുന്നു പ്രസീദിൻ്റേത്. ഇപ്പോൾ ലെങ്ത് ആയാലും ആ ഒരു പേസ് വേരിയേഷൻ ആയാലും എല്ലാം മനോഹരമായിട്ട് യൂസ് ചെയ്ത് പ്രസീദ് SRH ബാറ്റേഴ്സിനെ വരിഞ്ഞു മുറുക്കി. ഇപ്പോൾ ഞാൻ പറഞ്ഞ പവർ പ്ലേയിൽ വന്ന ഒരു 25 റൺസിന്റെ ഡിഫറൻസ് മിഡിൽ ഓവേഴ്സിലായാലും അവർക്ക് കവർ ചെയ്യാൻ പറ്റാതെ പോയതിന്റെ കാരണം പ്രസീദിന്റെ സ്പെല്ലാണ്. പ്രസീദ് 4 ഓവറിൽ വെറും 19 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. അറൌണ്ട് 12 ആസ്കിംഗ് റേറ്റ് ഉള്ള ഒരു മത്സരത്തിലാണ് 4.75 എന്ന എക്കോണമിയിൽ പ്രസീദ് എറിഞ്ഞു മാറുന്നത്. പ്രസീദ് ഈ സീസണിൽ മികച്ച ഫോമിലാണ്. അത് മാത്രമല്ല പർപ്പിൾ ക്യാപ്പും പ്രസീദിനാണ്. ഇനി മിഡിൽ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണ്. 82 റൺസാണ് ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞത്. 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു. പിന്നീട് ഡെത്ത് ഓവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 47 റൺസ്, അവിടെ ഒരു 15 റൺസിന്റെ ഡിഫറൻസ് വന്നു. അങ്ങനെ വന്നപ്പോൾ സൺറൈസേഴ്സിന് ആകെ എടുക്കാൻ കഴിഞ്ഞത് 186 റൺസാണ്. ഇവരുടെ ബാറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ അഭിഷേക് ശർമ്മ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. 41 പന്തിൽ 74. ബാക്കി ആർക്കും അതുപോലൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇന്നിങ്സ് കളിക്കാൻ കഴിഞ്ഞില്ല. ഇഷാൻ കിഷൻ നല്ല സ്ട്രഗിളിംഗ് ആയിരുന്നു. 17 പന്തിൽ 13 റൺസ് മാത്രമാണ് കിഷൻ എടുക്കാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ്കിംഗ് റേറ്റ് 12 ഉള്ള മത്സരത്തിൽ, അറൌണ്ട് 12 ഉള്ള മത്സരത്തിൽ നമ്മുടെ ഈ കിഷാന്റെ ഈ സ്ലോ ഇന്നിങ്സ് ഒരു തരത്തിലും SRHനെ ഹെൽപ്പ് ചെയ്തില്ല. കൂടുതൽ അഭിഷേക് ശർമ്മയ്ക്ക് കൂടുതൽ പ്രഷർ നൽകി എന്ന് വേണം പറയാൻ. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ ക്ലാസൻ 18 പന്തിൽ 23, അനികേത് വർമ്മ 7 പന്തിൽ 3, അതുപോലെ കമിന്ദു മെൻഡിസ് ഫസ്റ്റ് ബോളിൽ തന്നെ പുറത്തായി. പിന്നീട് അവസാന നിമിഷം കുറച്ച് ബിഗ് ഹിറ്റ്സ് അടിച്ചത് നിതീഷ് റെഡ്ഡിയും പാറ്റ് കമ്മിൻസും ചേർന്നാണ്. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. 38 റൺസിന്റെ കമാൻഡിംഗ് ആയിട്ടുള്ളൊരു വിജയമാണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിന് ലഭിച്ചത്. ഈ വിജയത്തോടെ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തെത്താൻ ഗുജറാത്ത് ടൈറ്റൻസിനായി. സൺറൈസേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ 10 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായിട്ട് 9ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്.
ഇനിയുള്ള 4 മത്സരങ്ങൾ ജയിച്ചാലും അവർക്ക് മാക്സിമം എത്താൻ കഴിയുന്നത് 14 പോയിന്റിലാണ്. ഇവര് ഒഫീഷ്യലി എലിമിനേറ്റ് ആയില്ല എങ്കിൽ പോലും ഇനി ചാൻസ് ഇല്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഈ സീസണിൽ 16 പോയിന്റ് എടുത്താൽ പോലും ഒരുപക്ഷെ സേഫ് അല്ല എന്നൊരു അവസ്ഥ വരാം. അപ്പോൾ എന്തായാലും 14 പോയിന്റ് കൊണ്ട് ഇവർക്ക് ഇനി പ്ലേ ഓഫിലേക്ക് കയറാൻ കഴിയില്ല. എങ്കിലും ഒഫീഷ്യലായിട്ട് എലിമിനേറ്റ് ആയിട്ടില്ല എന്ന് മാത്രം. ഗുജറാത്ത് ടൈറ്റൻസ് അങ്ങനെ 14 പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിനും RCBക്ക് മാത്രമാണ് നിലവിൽ 14 പോയിന്റുകളുള്ളത്. ഇനി അവർക്ക് 4 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി നെറ്റ് റൺ റേറ്റും ആണുള്ളത്. ഇപ്പോൾ 4-ൽ 2 മത്സരങ്ങൾ ജയിച്ചാൽ തന്നെ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം. ഇപ്പോൾ അവരെന്തായാലും ഒരു ടോപ്പ് 2 സ്പോട്ടിനായിരിക്കും അവർ എയിം ചെയ്യുക. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.